ഹലോ, വെൽക്കം ബാക്ക് ടു ക്രോഷ്യ ആൻഡ് മീ. ഇന്ന് നമുക്ക് ഈ ഒരു ലാവൻഡർ ഫ്ലവർ ക്രോഷ്യ ചെയ്യാം. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിലും നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഫ്ലവറാണ് ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു സ്ലിപ്പ് നോട്ട് ചെയ്യുക, എന്നിട്ട് 6 ചെയിൻസ് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ 6 ചെയിൻസ് ചെയ്തിട്ടുണ്ട്. ഇനി ആദ്യത്തെ 2 സ്റ്റിച്ചസ് സ്കിപ്പ് ചെയ്യുക, എന്നിട്ട് മൂന്നാമത്തെ സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടത്. ഇനി അടുത്ത സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഒരു സ്റ്റിച്ച് കൂടാണ് ബാലൻസ് ഉള്ളത്. അതിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൂടി ചെയ്യാവേ. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും ഇപ്പോൾ ചെയ്ത അതേ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ആദ്യം തന്നെ 6 ചെയിൻസ് ചെയ്തെടുക്കാം. ഇനി ആദ്യത്തെ 2 സ്റ്റിച്ചസ് സ്കിപ്പ് ചെയ്യുക, മൂന്നാമത്തെ സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇനി അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടത്. ഇനി അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിലൊരു സ്ലിപ്പ് സ്റ്റിച്ച് കൂടി ചെയ്യാവേ. ഇനി വീണ്ടും ഈ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്. അതായത് 6 ചെയിൻസ് ചെയ്യുക, എന്നിട്ട് മൂന്നാമത്തെ ചെയിനിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക, പിന്നെ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ, പിന്നെ സിംഗിൾ ക്രോഷ്യ, പിന്നെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇതേ ഒരു കാര്യം തന്നെയാണ് നമ്മൾ എൻ്റെയർ പ്രൊജക്റ്റും ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ മൂന്നാമത്തെ തവണയാണ് ചെയ്യുന്നത്. ടോട്ടൽ നമുക്ക് 53 തവണയാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ 3 എണ്ണം ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള 50 എണ്ണം ഇതേപോലെ തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ, നമ്മൾ മുഴുവനും ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. ഇനി അവസാനമായിട്ടൊരു ചെയിൻ സ്റ്റിച്ച് കൂടെ ചെയ്ത ശേഷം നമുക്ക് ഈ യാൺ കട്ട് ചെയ്ത് മാറ്റാവേ. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് 2 അറ്റത്തുള്ള ടെയിൽ എൻഡ്സിനെ ഹൈഡ് ചെയ്യാനേ. അപ്പോൾ നമുക്ക് ഹൈഡ് ചെയ്തെടുക്കാം. ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സ്റ്റെമ്മിലേക്ക് അറ്റാച്ച് ചെയ്യാം. ഞാനിവിടെ ഈ ഒരു ബാംബൂ സ്റ്റിക്കാണ് സ്റ്റെമ്മായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഇത് തമ്മിൽ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഗ്ലൂ ആണ്. B7000 എന്ന് പറഞ്ഞ ഗ്ലൂ ആണിത്. അപ്പോൾ ഇത് തമ്മിൽ നമുക്ക് സ്റ്റിക്ക് ചെയ്യാം.
ഒക്കെ ആയിട്ടുണ്ട്. നമ്മൾ മുഴുവനും സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ലീഫ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ ഒരു ഗ്രീൻ കളർ ഞാൻ യൂസ് ചെയ്തിട്ട് ഒരു സ്ലിപ്പ് നോട്ട് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് 30 ചെയിൻസ് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ 30 ചെയിൻസും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വയറിൻ്റെ ആവശ്യമുണ്ട്. ഈ ഒരു ലീഫ് നല്ല സ്റ്റഡി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ, ഇതേപോലത്തെ ഒരു വയറാണ് നമുക്ക് ആവശ്യം. ക്രാഫ്റ്റ് വയർ എന്നാണ് കേട്ടോ ഇതിന് പറയുന്നത്. നിങ്ങൾക്ക് ഇത് കടയിലൊക്കെ അവൈലബിൾ ആണ്, അല്ലെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ. ഓക്കെ, ഇനി ഇതിനെ ഇതേപോലെ അറ്റാച്ച് ചെയ്ത ശേഷം ആദ്യത്തെ ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് ആദ്യത്തെ 2 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കണം. ഓക്കെ, ഇനി അടുത്ത 3 സ്റ്റിച്ചസിലേക്ക് ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് 22 സ്റ്റിച്ചസിൽ നമ്മൾ ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഓരോ സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കാവേ. ഓക്കെ, ഞാനിവിടെ 22 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. ഇനി ലാസ്റ്റ് സ്റ്റിച്ചിലേക്ക് 3 സിംഗിൾ ക്രോഷ്യേസ് ചെയ്തെടുക്കാം. സെയിം സ്റ്റിച്ചിൽ തന്നെ 3 സിംഗിൾ ക്രോഷ്യേസ്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു സൈഡിലേക്കാണ് വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന 22 സ്റ്റിച്ചസിൽ ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കണം. ഓക്കെ അല്ലേ? വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ടെയിൽ എൻഡ്സ് ചേർത്ത് വെച്ചിട്ട് വർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു വയറും കറക്റ്റായിട്ട് തന്നെയാണോ ഇരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് വരാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്തു പോവാം. ഓക്കെ, നമ്മൾ 22 സ്റ്റിച്ചസിലും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത 3 സ്റ്റിച്ചസിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യേണ്ടത്. ഓരോ സ്റ്റിച്ചിലും ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കാം. ഇനി അടുത്ത 2 സ്റ്റിച്ചിൽ നമുക്ക് ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കാവേ. ഓക്കെ, ഇനി നമുക്ക് ആദ്യത്തെ സ്റ്റിച്ചിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൂടി ചെയ്യാം. എന്നിട്ടൊരു ചെയിൻ 1 ചെയ്യാം. എന്നിട്ട് യാണിനെ കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ,
ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റെമ്മിലേക്ക് ഇതിനെയും അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഗ്രീൻ കളർ യാണിനെ ഇതേപോലെ ആദ്യം തന്നെ സ്റ്റെമ്മിലേക്ക് ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കാം. ഇങ്ങനെ കുറച്ച് താഴേക്ക് ചുറ്റി കഴിയുമ്പോൾ ഈ ഒരു ലീഫിനെയും കൂടെ ചേർത്ത് വെച്ചിട്ട് ചുറ്റി കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് മുഴുവനും ചുറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ മുഴുവനും ചുറ്റിയെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് എന്തായാലും കമൻറ്റ് ചെയ്യുക. അതുപോലെ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. പിന്നെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാവേ. ബൈ.